വീണയെ അവശയാക്കിയ 6 ചോദ്യങ്ങൾ. CMRL മാസപ്പടി കേസിൽ ഇനി വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത് 4ാം തവണയാണ്. 3 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആദ്യം വീട്ടിൽ വെച്ചുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മെയ് 27-ന്. അന്ന് നമുക്കറിയാമല്ലോ, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ SFI, DYFI, CPM-കാർ വളഞ്ഞിട്ട് അവരെ ആക്രമിച്ച ദിവസം മെയ് 27. പിന്നീട് വീണയെ രണ്ടാമത് വിളിപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു. 29-നാണ് വീണയെ വിളിപ്പിച്ചത്. എന്നാൽ 29-ന് തനിക്ക് വരാൻ കഴിയില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ജൂൺ 25-ാം തീയതി വരാം എന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 25-ാം തീയതി വീണ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി സോണൽ ഓഫീസിലെത്തി. ഏതാണ്ട് 9.5 മണിക്കൂറാണ് വീണയെ ചോദ്യം ചെയ്തത്. പ്രധാനമായും അന്നും ഇന്നും ഇനിയും ഇഡിക്ക് വ്യക്തത വരേണ്ടത് 6 ചോദ്യങ്ങൾക്കാണ്. ഇഡി കഴിഞ്ഞ തവണ, അതായത് വ്യാഴാഴ്ച 25-ാം തീയതി വീണയോട് ചോദിച്ച 6 ചോദ്യങ്ങൾ അത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. 3ാമത്തെ ചോദ്യം ചെയ്യലും ഇത് തന്നെയാണ് ചോദിച്ചത്. ഇനി അടുത്ത ചോദ്യം ചെയ്യലിലും ചോദിക്കാൻ പോകുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. കൃത്യമായ ഉത്തരം വീണയ്ക്ക് ലഭിക്കുന്നത് വരെ അങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അതിനിടയിൽ കൃത്യമായി ഉത്തരം പറയാൻ കഴിയില്ല എങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇഡിക്ക് വീണയെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനും കഴിയും. ഇനി എന്താണ് ഇഡിയുടെ ഈ 6 ചോദ്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം, CMRL-ന് പിണറായി വിജയനുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതിന് വീണയ്ക്ക് കൃത്യമായി മറുപടിയില്ല. എന്താണ് പിണറായി വിജയനും CMRL-ലും തമ്മിലുള്ള ബന്ധം? എന്താണ് CMRL-ലും പിണറായി വിജയൻ തമ്മിലുള്ള ഇങ്ങോട്ടുള്ള ബന്ധം? ഈ കരിമണൽ ഖനന കമ്പനിയുമായി പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രിയായിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയതായി വീണയ്ക്ക് അറിയാമോ? ഇതാണ് എൻഫോഴ്സ്മെന്റിന്റെ ആദ്യത്തെ ചോദ്യം. വീണയെ കുഴക്കിയ ആദ്യത്തെ ചോദ്യം, വീണയ്ക്ക് ഉത്തരമില്ലാത്ത ആദ്യത്തെ ചോദ്യം ഇതാണ്. 2ാമത്തെ ചോദ്യം, എക്സാലോജിക്, അതായത് വീണയുടെ കമ്പനിയാണല്ലോ എക്സാലോജിക്. ഈ എക്സാലോജിക്കിന്റെ സേവനം മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണോ ലഭിച്ചത്? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ, അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരിക്കെ മുഖ്യമന്ത്രി എന്നുള്ള ആ പ്രയോറിറ്റി ആണോ വീണയുടെ എക്സാലോജിക്കിന് ഈ പറയുന്ന CMRL സേവനം നൽകാനായി എടുത്ത മാനദണ്ഡം? ഈ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന മാനദണ്ഡം കൊണ്ടാണോ പണം നൽകിയത്? ഇതാണ് വീണയെ കുഴപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 2ാമത്തെ ചോദ്യം. ഇനി 3ാമത്തെ ചോദ്യം, ഏതെങ്കിലും തരത്തിലെ ആനുകൂല്യങ്ങൾ നേടാനായിട്ടാണോ പണം വാങ്ങിയത്? സേവനത്തിനല്ലാതെ മറ്റെന്തെങ്കിലും ആനുകൂല്യത്തിനാണോ വീണയ അല്ലെങ്കിൽ വീണയുടെ അച്ഛനായിട്ടുള്ള പിണറായി വിജയനോ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ CMRL-ൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പണം വാങ്ങിയത് എന്നുള്ളതാണ് 3ാമത്തെ ചോദ്യം, വീണയെ കുഴപ്പിച്ച 3ാമത്തെ ചോദ്യം. ഇനി 4ാമത്തെ ചോദ്യം, അത് പതിവ് പോലെ തന്നെ ചോദിക്കുന്നതാണ്. 2.78 കോടി രൂപ, അതായത് 2,78,00,000 രൂപയുടെ ഇടപാടാണല്ലോ ഇവിടെ സംശയാസ്പദമായി നിൽക്കുന്നത്. ആ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്ത് സേവനമാണ് വീണയുടെ എക്സാലോജിക്ക് CMRL നൽകിയത്? ഇതാണ് വീണയെ കുഴപ്പിച്ച, അന്നും ഇന്നും കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നിർണായകമായ ചോദ്യം. എന്ത് സേവനമാണ് എക്സാലോജിക്ക് ഈ പറയുന്ന CMRL-ന് നൽകിയത്? അതിനും വീണയ്ക്ക് കൃത്യമായി ഉത്തരമില്ല. ഇനി 5ാമത്തെ ചോദ്യം, പ്രവൃത്തി പരിചയം ഇല്ലാഞ്ഞിട്ടും എക്സാലോജിക്കിന് എന്തുകൊണ്ട് CMRL ഇത്തരമൊരു സേവനത്തിന് അവരുടെ സേവനം തേടി? എക്സാലോജിക്കിന് യാതൊരു തരത്തിലെ പ്രവൃത്തി പരിചയമില്ല. അതൊരു കടലാസ് കമ്പനിയാണ്. ആ ഒരു കടലാസ് കമ്പനിക്ക് അതിൽ എത്രയോ വലിയ രീതിയിൽ എത്രയോ കാലങ്ങളായി പ്രവർത്തിക്കുന്ന, പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അവയെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് യാതൊരു തരത്തിലെ പ്രവൃത്തി പരിചയവുമില്ലാത്ത ഈ തട്ടിക്കൂട്ട് കമ്പനിക്ക് എങ്ങനെയാണ് CMRL ഈ പണം നൽകിയത്? എന്തിനു വേണ്ടി? പ്രവൃത്തി പരിചയമുള്ള മുൻ കമ്പനികളെ എന്തുകൊണ്ട് അവർ പരിഗണിക്കാതെ ഈ പറയുന്ന വീണയുടെ കമ്പനിയെ പരിഗണിച്ചു? ഇതാണ് വീണയെ കുരുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 5ാമത്തെ ചോദ്യം. ഇനി 6ാമത്തെ ചോദ്യം, CMRL-ന്റെ അനുബന്ധ കമ്പനിയാണല്ലോ എംപവർ ഇന്ത്യ ലിമിറ്റഡ്. അവിടെ നിന്നും 50 ലക്ഷം രൂപ വീണ വായ്പ വാങ്ങിയല്ലോ. ആ വായ്പയിൽ നിന്ന് 4 ലക്ഷം രൂപ മാത്രമല്ലേ വീണയ്ക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. ആ വായ്പ എന്തിനു വേണ്ടിയിട്ടാണ്?
50 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയത് എന്തിനാണ്? 4 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഗഡു അടയ്ക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ 6 ചോദ്യമാണ് മെയ് 27-ാം തീയതി നടന്ന ആ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മുതൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയോട് ചോദിച്ചതും വീണയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്തതും. ഇനി കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യലും അതിന് മുൻപുള്ള ചോദ്യം ചെയ്യലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യൽ SFIOയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടിയിരുന്ന 134 രേഖകളുണ്ട്. ആ രേഖകൾ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ വീണയെ ചോദ്യം ചെയ്തത്. മാത്രമല്ല, വീണയെ ചോദ്യം ചെയ്യലിന് മുൻപായി തന്നെ CMRLന്റെ ഡയറക്ടർമാരായിട്ടുള്ള ശരണസ് കർത്ത, ജയ എസ് കർത്ത, ഷിബി എസ് കർത്ത, മറ്റ് ഉദ്യോഗസ്ഥർ, CMRലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഇവരെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് ഉള്ള ഉത്തരവും കൈപ്പറ്റി നേരത്തെയുള്ള SFIO നിന്നുള്ള 134 രേഖകളും കൈപ്പറ്റി ഇവരുടെ മൊഴികളും ഈ 134 രേഖകളും വെച്ചുകൊണ്ടാണ് വീണയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 6 ചോദ്യങ്ങൾ ചോദിച്ചത്. ആ 6 ചോദ്യങ്ങൾക്ക് വീണയ്ക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല. 9.5 മണിക്കൂറോളം കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച വീണയെ ഇരുത്തി എൻഫോഴ്സ്മെന്റ് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും വീണയ്ക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പോയ 6 ചോദ്യങ്ങൾ ഇതാണ്. ഇത് തന്നെയാണ് മെയ് 27 മുതൽ ED ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞാൽ എങ്ങനെ ഈ 134 രേഖകൾ ശരിയായിരിക്കണം, യുക്തിപൂർവമായിരിക്കണം, വീണയുടെ മൊഴി ഈ 134 രേഖകളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം, SFIOക്ക് നൽകിയ മൊഴിയടക്കം അവിടെയുണ്ട്, ആ രേഖകളിലുണ്ട്, ആ മൊഴിയുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് മാത്രമല്ല, ശരണസ് കർത്തായും JS കർത്തായും ഷിബി എസ് കർത്തായും മൊഴി നൽകിയിട്ടുണ്ട്, അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്, ആ മൊഴികളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരം. പക്ഷേ അവിടെയാണ് തെറ്റിപ്പോകുന്നത്, അവിടെയാണ് വീണ ചോദ്യം ചെയ്യലിൽ അവശയായി പോകുന്നത്. കാരണം അത്രമാത്രം പൊരുത്തക്കേട് ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരത്തിനും വീണയ്ക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ED വീണ്ടും 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 ആവർത്തിച്ച് വീണയോട് ചോദിക്കുന്നത്. വീണയ്ക്ക് കൃത്യമായി ഈ SFIOയുടെ രേഖകളുടെയും മറ്റ് മൊഴികളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നതും കൃത്യമായി തെളിയിക്കാൻ കഴിയാതെ പോകുന്നതും ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഇനി അടുത്ത ദിവസം സമൻസ് അയച്ച് വീണയെ വരുത്തുമ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് ED പ്രാഥമികമായി തന്നെ ചോദിക്കുക. പിന്നീടുള്ള ചോദ്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രമേ ഉള്ളൂ. ആദ്യം ഉത്തരം കിട്ടേണ്ടത് ഈ 6 ചോദ്യങ്ങൾക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ഉത്തരം പറഞ്ഞില്ല എങ്കിലാണ് അറസ്റ്റിലേക്ക് പോവുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി അറിയാമല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാം. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെയാണോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അയാളിൽ നിന്ന് കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തൃപ്തികരമായ ഉത്തരം ലഭിച്ചു എന്ന് കണ്ടാൽ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതും അത് കോടതിയിൽ മൊഴിയായി രേഖയായി തെളിവായി കൊടുക്കാവുന്നതുമാണ്. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത തവണ വീണയെ വിളിക്കുമ്പോൾ ഇതേ 6 ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കും. ഈ 9-9.5 മണിക്കൂറുകൾ കൊണ്ട് വീണയ്ക്ക് സാധിക്കാത്ത ഉത്തരമാണ്, അതിനു മുൻപും സാധിക്കാത്ത ഉത്തരമാണ്, മെയ് 27-ന് സാധിക്കാത്ത ഉത്തരമാണ്. ഇനി സമൻസ് അയച്ചു വരുത്തുന്ന ദിവസവും ഇതേ ചോദ്യം തന്നെ ചോദിക്കും. അപ്പോഴും വീണയ്ക്ക് ഉത്തരമില്ല എങ്കിലാണ് കടുത്ത നടപടിയിലേക്ക് പോവുക. വീണയെ മാത്രമല്ല, ഇപ്പോൾ EDയുടെ റഡാറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനുമുണ്ട്. പിണറായി വിജയന്റെ അഴിമതി പണമാണ് ഈ പറയുന്ന പണമെന്ന് നേരത്തെ തന്നെ മാത്യു കുഴൽനാടനടക്കമുള്ള രാഷ്ട്രീയ എതിരാളികൾ ആരോപിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം എന്ന നിലയിലാണ് പിണറായി വിജയൻ തള്ളിക്കളഞ്ഞതെങ്കിലും ഇപ്പോൾ പിണറായി വിജയന് നേരെ അന്വേഷണത്തിന്റെ കുന്തമുന നീളുകയാണ്. ഈ കൃത്യമായിട്ടുള്ള 6 ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എങ്കിൽ ഒരുപക്ഷെ അടുത്ത സമൻസ് വരുന്നത്, അടുത്ത ചെസ് നമ്പർ വരുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ഈ കൃത്യമായ 6 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്നുകിൽ വീണയെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പിണറായി വിജയനെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തു തന്നെയായാലും വീണയെ അവശയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ 6 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഈ ഒരു കേസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.